ഇപ്പോൾ അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചെയ്തികൾ പറഞ്ഞുകൊണ്ട് തുടർച്ചയായി ഈ പറയുന്ന പുതിയ മുദ്രാവാക്യം ഏറ്റെടുത്തുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസിനെ തടയാൻ അമിത്ഷായ്ക്കും മോദിക്കും കഴിയില്ല എന്നും ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ അംബേദ്കർ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈക്കപ്പുറം അതിനൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈ ഭാരത് ജോഡോയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ടൊരു വിഷയമായി എടുത്തത് ഭരണഘടനയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമാക്കിയത് ഭരണഘടനയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു, ഭരണഘടന തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു മോദി വരുമ്പോൾ. അവർക്ക് 400 സീറ്റിൻ്റെ ഭൂരിപക്ഷം അവരാവശ്യപ്പെടുന്നത് അതിനാണ്. അത് വല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കി എന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും കാതലായ ഒരു പോരായ്മയായി നിലനിന്നത് നിരന്തരം നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്ന, അങ്ങനെ മോദി ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ മോദിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനവിധിയെ ഇതുപോലെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രചാരണായുധമാണോ അല്ലയോ എന്നത് ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമാണ്. ശരിക്കും ആ വിഷയത്തിൽ രാഹുൽ ഒരു തിരിച്ചടി നേരിട്ട ജനവിധികളാണ് പിന്നീട് വന്നതും. ഈ ഹരിയാനയിലടക്കം അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലടക്കമൊക്കെ കോൺഗ്രസിനൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖമുദ്രാവാക്യത്തിനൂടി ഏറ്റ തിരിച്ചടി എന്ന നിലയിൽ കൂടിയാണത് വിലയിരുത്തപ്പെട്ടത്. അതുകൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ജീവൽ പ്രശ്നവുമായി എപ്പോഴും വെച്ചുമാറാൻ പറ്റുന്ന ഒന്നല്ല. മാത്രവുമല്ല അതൊരു കേന്ദ്ര സർക്കാരിനെ മാത്രം ബാധിക്കുന്നൊരു വിഷയമാണ്. സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ വിഷയം മാറും. അതിനനുസരിച്ച് കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഭരണഘടനാ സംരക്ഷണം എന്നതൊരു സാധ്യതയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊരു പരിമിതിയായി മാറുന്നു നമുക്ക് രാഷ്ട്രീയ വിജയങ്ങൾക്ക്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ മുദ്രാവാക്യം പോയിരുന്നു. അപ്പോഴും നമുക്കറിയുന്നത് പോലെ രാഹുൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെ പ്രമുഖ കക്ഷികളെല്ലാം രാഹുലിൻ്റെ ഈ നിലപാടിനെതിരായിരുന്നു. ഭരണഘടനയുമായി മാത്രം ബന്ധപ്പെട്ട ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് എപ്പോഴും ചേർന്ന് നിൽക്കുക അല്ല കഴിയുക, സാധ്യമാവുക, മറ്റ് വഴികളിലേക്ക് അത് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഇതിൽ തന്നെയാണ് നിന്നത്. അതിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും ഇപ്പോൾ സമ്പലിലേക്ക് പോകുമ്പോഴായാലും എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഈ റെഡ് ബുക്കായിരുന്നു. അത് തന്നെ ഭരണഘടനയുടെ ഒരു വ്യാജപതിപ്പാണ് എന്നതടക്കമുള്ള പരിഹാസവുമായി അമിത്ഷായും മോദിയുമൊക്കെ വരികയും ചെയ്തു. അപ്പോൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഹുലിൻ്റെ ഈ പ്രത്യാക്രമണം അത് 2024 ജനവിധിക്ക് ശേഷം ഒരു ഏകാംഗാക്രമണമാക്കി പരിമിതപ്പെടുത്താൻ BJP ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നു മാത്രവുമല്ല, ഇത് പക്ഷേ അവർക്ക് ഒരു അനുഭവം തന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കൗണ്ടർ നറേറ്റീവ് വേണ്ടതാണ് എന്ന ബോധ്യവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഭരണഘടനാ സംരക്ഷണമെന്ന് ഇപ്പോൾ വലിയ വായ്ത്താരി മുഴക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രപിതാക്കന്മാർ, അതിപ്പോൾ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും ഒക്കെ എങ്ങനെയാണ് ഈ ഭരണഘടനയെ ദുരുപയോഗം ചെയ്തിട്ടുള്ളതെന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇവരൊക്കെ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അംബേദ്കർ പരാമർശത്തിലൂടെ വന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനാ സംരക്ഷണം എന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ വൈകാരികമായി അടുപ്പിക്കുക എന്നത് സാധ്യമാകാതിരുന്ന ഒരു പൊതുതാൽപര്യ വിഷയമായിട്ടാണ് നിന്നത്. ഇവിടെ ഇപ്പോൾ ഈ അംബേദ്കർ പരാമർശം കൂടി വന്നതോടെ ഭരണഘടന സമം അംബേദ്കർ സമം രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം എന്നതിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ ഈ മുദ്രാവാക്യത്തിന് ഇനി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വൈകാരികമായ പിന്തുണ ഉറപ്പാണ്. അതിനൊരു പക്ഷേ ഒരു സ്ഥിരത പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്കിങ്ങിലേക്ക് ഈ പറയുന്ന മുദ്രാവാക്യം മാറും ഈ സംഭവത്തിലൂടെ എന്നതാണ് പ്രധാനമായി ഞാൻ കാണുന്നത്. മറ്റൊരു കാര്യം, ഇവരിപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ മോദിയും അമിത്ഷായും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു അംബേദ്കറിനെ എപ്പോഴും അധിക്ഷേപിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. 2 ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചവരാണ് നിങ്ങൾ. ഒന്ന് ബോംബെയിൽ വെച്ചും ഒന്ന് ഈ പറയുന്ന വിദർഭയിൽ വെച്ചും അല്ലേ. 2 ഘട്ടങ്ങളിൽ നെഹ്റു തന്നെ ഒരു അഭിമാന പ്രശ്നമായി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പാക്കാനായി പ്രയത്നിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭാരതരത്ന കൊടുത്തിട്ടില്ല. നെഹ്റു സ്വയം ഭാരതരത്ന കൊടുത്തു, ഇന്ദിരാഗാന്ധി സ്വയം ഭാരതരത്ന കൊടുത്തു. പക്ഷേ ഒരിക്കൽ പോലും അവർ അംബേദ്കർക്ക് അത് കൊടുത്തിട്ടില്ല. അംബേദ്കറിൻ്റെ മൗവയിലെ വീട് അവർ സംരക്ഷിച്ചിട്ടില്ല. ലണ്ടനിൽ അദ്ദേഹം താമസിച്ച വസതി സംരക്ഷിച്ചിട്ടില്ല. അന്ത്യകാലത്ത് അദ്ദേഹം കഴിഞ്ഞ ഡൽഹിയിലെ ഭവനം അത് സംരക്ഷിച്ചിട്ടില്ല. ഇതെല്ലാം സംരക്ഷിച്ചത് ഞങ്ങളാണ് എന്ന് മാത്രമല്ല, ഈ പഞ്ചതീർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന അംബേദ്കറുമായി വൈകാരിക ബന്ധമുള്ള 5 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ വികസനമടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയത് ഞങ്ങളാണ്. പിന്നെ 25 കോടി ദരിദ്രരായിരിക്കുന്നവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. അത് ഒരു അർത്ഥത്തിൽ ഈ പറയുന്ന അധസ്ഥിതരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഉജ്ജ്വൽ യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിരവധി പദ്ധതികൾ, ഇതെല്ലാം തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായിരുന്നു. അപ്പോൾ ഭരണകാലത്ത് നിങ്ങളിരുന്നപ്പോൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് ശരിക്കും ഈ അംബേദ്കർ പാത പിന്തുടരുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിലും ഒരു പോരായ്മ ഞാൻ കാണുന്നത്, ഇപ്പോൾ
രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കാവുന്ന എണ്ണമറ്റ ഉദാഹരണങ്ങൾ നെഹ്റുവിനെ ചൂണ്ടിയായാലും ഇന്ദിരാഗാന്ധിയെ ചൂണ്ടിയായാലും രാജീവ് ഗാന്ധിയെ ചൂണ്ടിയായാലും അമിത്ഷായ്ക്കും മോദിക്കും ഉന്നയിക്കാം. പക്ഷേ അതിലൊരു പരമപ്രധാന പ്രശ്നം ആ കാര്യങ്ങളിൽ നിന്നിപ്പോൾ മാറിയിരിക്കുന്നു രാഹുൽ എന്നതാണ് പുതിയ യാഥാർത്ഥ്യം. ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് വെള്ളം തളം കെട്ടി നിൽക്കുന്ന ഒന്നല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അവർ അധികാരത്തിലിരിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും അവർ ഒരു പക്ഷേ വിമർശിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ വിവാദപരമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടാകാം. അതുപക്ഷേ എല്ലാ കാലത്തേക്കുമുള്ളൊരു ബാധ്യതയായി ജനാധിപത്യം അത് കൊണ്ടു നടക്കില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ആ പാർട്ടി അത് തിരുത്തുന്നുവെങ്കിൽ ആ ജനാധിപത്യ സംവിധാനം ആ പാർട്ടിയെ പുതിയ കാഴ്ചപ്പാടോടെയാണ് കാണുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് തിരസ്കരിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന RSS ആയാലും അന്നത്തെ ഈ പറയുന്ന ജനസംഘമായാലും ഒക്കെ, അല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള ആ പാർട്ടിയുടെ രൂപമായാലും ഒക്കെ, അല്ലേ? പക്ഷേ ദീർഘകാലം അവർ ഈ പറയുന്നത് പോലെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും പിന്നീട് അവർ മുഖ്യധാരയിൽ സജീവമാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും കാണുകയാണ്. അതിന് കാരണം അന്നത്തെ പിഴവുകളെല്ലാം ജനം പുറത്തു വന്നല്ല, അന്നത്തെ പിഴവുകളിൽ നിന്ന് ആ പാർട്ടി മുന്നോട്ട് പോകുന്നു, ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകുന്നു, അതിലൊരു പരസ്പര ഭാഗഭാക്കുകളായി ഇരുവരും മാറുന്നു, പുതിയ കൊടുക്കൽ വാങ്ങലുകളിലേക്ക് പോകുന്നു. തീർച്ചയായും പുതിയ ഏറ്റുമുട്ടലുകളുണ്ട്, അപ്പോഴും പുതിയ കൊടുക്കൽ വാങ്ങലുകളുടെ സ്ഥലങ്ങളും അവിടെ കാണുകയാണ്. എന്ന പോലെ കോൺഗ്രസിനുമുണ്ട് ഈ ആനുകൂല്യം. ഇപ്പോൾ ഇവർക്ക് മുൻപ് നിഷേധിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഒരു ആനുകൂല്യമായി ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്നത് പോലെ ഒരിക്കൽ കോൺഗ്രസിനെ ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിർത്താവുന്നതായിരുന്നെങ്കിലും അത് മറികടന്ന ഒരു പുതിയ കോൺഗ്രസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞ് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചെയ്തികൾ പറഞ്ഞുകൊണ്ട് തുടർച്ചയായി ഈ പറയുന്ന പുതിയ മുദ്രാവാക്യം ഏറ്റെടുത്തുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കോൺഗ്രസിനെ തടയാൻ അമിത്ഷായ്ക്കും മോദിക്കും കഴിയില്ല എന്നും ഞാൻ കരുതുകയാണ്.